ഹലോ, നിങ്ങളൊരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോത്തിങ് ബിസിനസ് ഓണറാണ് നിങ്ങൾക്ക് ഡെയിലി കൂടുതൽ ഓർഡേഴ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, കൂടുതൽ കസ്റ്റമർ എങ്ങനെ കണ്ടെത്താം എന്നുള്ള സ്ഥലത്താണ് നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കണമെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡെയിലി ധാരാളം ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആ ഫണ്ടമെൻ്റൽ മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകാൻ പോകുന്നത്. ഈ ക്ലോത്തിങ് ബിസിനസ്സിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കൂടുതൽ കളക്ഷൻസ് കസ്റ്റമേഴ്സ് കാണുമ്പോഴാണ് അതിൽ കുറച്ച് സെയിലായി പോണത്, നമുക്കവിടെ ഓർഡേഴ്സ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്മോൾ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണറാണെങ്കിൽ എങ്ങനെയാണ് ശരിക്കും ഡെയിലി നല്ല ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. ഇതാണ്. ഇവിടെ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, 22 ഇമ്മ്യൂട്ടബിൾ ലോസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആ മേഖലയിൽ എഴുതപ്പെട്ടേക്കുന്ന ഒരു ബുക്കാണ്. ഈ ബുക്കിൽ 13ാമത്തെ ലോ ആയിട്ട് പറയുന്നുണ്ട് ദ ലോ ഓഫ് സാക്രിഫൈസ് എന്ന് പറയുന്നുണ്ട്. ഇവരിത് ഒരുപാട് റിസർച്ച് നടത്തി എഴുതിയേക്കുന്നതാണ്. ഇതിൽ മാത്രമല്ല, ധാരാളം മാർക്കറ്റിംഗ് സ്കോളേഴ്സ് എഴുതിയിട്ടുള്ള ബുക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ ലോ ഓഫ് സാക്രിഫൈസ്. നമ്മൾ എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടാന്ന് വെക്കണം, അതിലേക്ക് തൊടാതിരിക്കണം, സാക്രിഫൈസ് ചെയ്യണം, അത് വേണ്ടാന്ന് വെക്കണം. പ്രത്യേകിച്ച് സ്മോൾ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. എല്ലാ ക്ലോത്തിങ് സെഗ്മെൻറ്റുകളും പിടിക്കാനായിട്ട് നോക്കരുത്. ലേഡീസിൻ്റെ ആണെങ്കിൽ ലേഡീസിൻ്റെ മാത്രം എന്നുള്ളതിൽ നിങ്ങൾ നിൽക്കുക. ലേഡീസ്, കിഡ്സ്, എത്നിക് വെയർ, അതുപോലെ തന്നെ ജെൻസ്, ഇതെല്ലാം കൂടി മിക്സ് ആക്കാനായിട്ട് നിങ്ങൾ നോക്കരുത്. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസിനെ മാത്രം നിങ്ങൾ തൃപ്തിപ്പെടുത്താനായിട്ട് നോക്കാം. ഈ ലോ ഓഫ് സാക്രിഫൈസ്, ഈ ബുക്കിൻ്റെ പേര് തന്നെ 22 ഇമ്മ്യൂട്ടബിൾ ലോസ് ഓഫ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇമ്മ്യൂട്ടബിൾ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോ എക്കാലത്തും ഒരു 10 കൊല്ലം കഴിഞ്ഞാലും 20 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിൽക്കും. ആ ലോയിൽ വലിയ മാറ്റം വരില്ല. എത്ര കാലം കടന്നു പോയാലും ആ ലോ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളതിനെ സാക്രിഫൈസ് ചെയ്യുക, വേണ്ടാന്ന് വെക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ഓർഡേഴ്സ് നിങ്ങളുടെ ക്ലോത്തിങ് ബിസിനസ്സിൽ ലഭിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ടീഷർട്ട് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ടീഷർട്ട് മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പേജുകൾ സെറ്റ് ചെയ്യുക. സാരിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് ഈ സാരി എന്ന സാരിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമിൽ ഓർ ഫേസ്ബുക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളതിനെ സാക്രിഫൈസ് ചെയ്യുക. അതാണ് ലോ ഓഫ് സാക്രിഫൈസ് പറയുന്നത്. വേറെ ഒന്നുകൂടിയില്ല, ലോ ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും വരുന്നുണ്ട്. ഇത് സമാനമായിട്ടുള്ള സംഗതിയാണ്. അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പരസ്യം കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലെ ഒരു പെർഫോമൻസ് മെട്രിക്സ് ആണ് നമ്മുടെ CTR എന്ന് പറയും, ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയും. 100 പേരെ കാണിക്കാൻ നേരത്ത് എത്ര പേര് ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ പരസ്യം വീഡിയോ പരസ്യമാണെങ്കിൽ കണ്ടിരുന്നു, എത്ര പേര് സ്റ്റോപ്പ് ചെയ്തു, എത്ര പേര് ആ പരസ്യം കണ്ടിരുന്നു, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. നല്ല ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ടെങ്കിൽ, 100 പേരെ കാണിക്കാൻ നേരത്ത് ധാരാളം പേര് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതത്തിന് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് സാരിക്ക് വേണ്ടി മാത്രമുള്ളൊരു ക്ലോത്തിങ് ബ്രാൻഡാണ്. അതുകൊണ്ടാണ് സാരി ലവേഴ്സ് ആ വീഡിയോ കാണുമ്പോൾ സ്റ്റോപ്പ് ആവുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതത്തിന് മനസ്സിലായി, ഇനി ഈ പരസ്യം ആരെ മാത്രം കാണിച്ചാൽ മതി, സാരി ഇഷ്ടപ്പെടുന്നവരെ മാത്രം കാണിച്ചാൽ മതി, അതല്ലാത്ത ആരെയും കാണിക്കണ്ട. എന്നാൽ അതേസമയം നിങ്ങൾ സാരിയും ടീഷർട്ടും കിഡ്സ് വെയറും മറ്റെന്തൊക്കെയുണ്ടോ കയ്യിൽ വിൽക്കാനുണ്ടോ അതെല്ലാം കൂടി കൊടുക്കാൻ നേരത്ത് ഈ ലോ ഓഫ് സാക്രിഫൈസിന് എതിരാണത്. ഞാൻ തിയറിയും പ്രാക്ടിക്കലും ഒരേ സമയം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്ത് പരസ്യം കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽഗോരിതം കൺഫ്യൂസ്ഡ് ആവും. നിങ്ങളുടെ യഥാർത്ഥ 100 പേരെ കാണിക്കാൻ നേരത്ത് കുറേ സാരി നിൽക്കുന്നു, കുറേ ടീഷർട്ട് കാണുന്നു, കുറേ കിഡ്സ് വെയർ കാണുന്നു. അപ്പോൾ ആരെയും ആ പരസ്യത്തിന് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല. ആരും അങ്ങനെ ആ പരസ്യം അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അൽഗോരിതത്തിന് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു, ഇതിപ്പോൾ ഞാൻ ആരെ കാണിക്കേണ്ടതെന്നുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ പ്രത്യേക പ്രൊഡക്റ്റ് ലൈനിന് വേണ്ടിയിട്ട് മാത്രമുള്ള ധാരാളം കളക്ഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് സ്മോൾ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, സ്മോൾ സ്കെയിൽ ബിസിനസ് ഓണറാണെങ്കിൽ, അപ്പം നിങ്ങൾക്ക് അതിൽ ധാരാളം കളക്ഷൻസ് ഉണ്ടാവും കാണിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് അവിടെ സെയിൽ വരും. അതേ വിഭാഗം കസ്റ്റമറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ധാരാളം ഫീഡ്ബാക്കുകൾ വരും. ആ ബിസിനസ്സിൽ ആ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ നിങ്ങൾ നിൽക്കാൻ നേരത്ത് നിങ്ങളുടെ നോളജ് ഓരോ ടൈമിലും, ഓരോ മാസങ്ങൾ കടന്നു പോകുന്നവരും കൂടി വരും. മറ്റുള്ള ഏതൊരാളെക്കാളും കൂടി വരും.
എല്ലാത്തിനെയും പിടിക്കാൻ നോക്കാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെയും കിട്ടാത്ത അവസ്ഥ വരും. ചൈനക്കാരുടെ ഒരു പ്രോവർബ് ഉണ്ട്, 2 മുയലുകളുടെ പുറകെ കിടന്ന് ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുയലിനെയും പിടിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഫോക്കസ് ചെയ്ത് നേരത്തെ ലോ ഓഫ് സാക്രിഫൈസ് മറ്റേനെ അങ്ങ് സാക്രിഫൈസ് ചെയ്ത് വേണ്ടാന്ന് വെച്ച് ഇതിൻ്റെ പുറകെ മാത്രം ഓടുകയാണെങ്കിൽ ആ ഒരെണ്ണത്തിനെ പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടി. കാരണം നിങ്ങൾ ഒന്നിലും മാത്രമേ ഫോക്കസ് ചെയ്യണുള്ളൂ. ഇത് തന്നെയാണ് മോഡേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലും വരാൻ നേരത്ത്, ക്ലോത്തിങ് ബിസിനസ് ചെയ്യാൻ നേരത്ത്. ഇത് ക്ലോത്തിങ് ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ, മറ്റ് ബിസിനസ്സുകൾക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളധികം ക്ലോത്തിങ്ങിൻ്റെ പറയണതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫോക്കസ് ചെയ്തതുകൊണ്ട്, സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓർഡറുകൾ കുറയണില്ല, മറിച്ച് നിങ്ങൾക്ക് ധാരാളം സെയിലുകൾ കൂടുള്ളൂ. സെയിൽ കൂടി വരുള്ളൂ നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ ധാരാളം കളക്ഷൻസ് ഉണ്ട്, നിങ്ങളുടെ നോളജ് കൂടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ പ്രൈസിന്, നല്ല ലാഭത്തിന് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലോ ഓഫ് സാക്രിഫൈസ് നിങ്ങളുടെ മനസ്സിൽ വെക്കാം. ഒരു പരസ്യം നിങ്ങൾ കൊടുക്കണേ ഒക്കെ കൂടി കാർഡടിച്ച് ഒറ്റ വീഡിയോയിൽ കൊടുക്കാൻ പാടില്ല. ഞങ്ങളെല്ലാം പിടിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ചെയ്യരുത്. ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനെ മാത്രം പിടിച്ച്, സാരി ആണെങ്കിൽ സാരിയുടെ മാത്രം ഇമേജ് വെച്ച്, സാരിയുടെ മാത്രം വീഡിയോ വെച്ചുകൊണ്ട് സാരി ലവേഴ്സിനെ മാത്രം അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പരസ്യം ചെയ്യേണ്ടത്. അങ്ങനെ പരസ്യം ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് വരുന്ന എൻക്വയറികളിലൊരു നല്ല ശതമാനത്തിന് നിങ്ങൾക്ക് കസ്റ്റമറാക്കി മാറ്റാനായിട്ട് സാധിക്കും. പരസ്യങ്ങളെല്ലാം പ്രോഫിറ്റബിൾ ആവും, നിങ്ങൾക്ക് ലാഭകരമായിട്ട് ആ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ യഥാർത്ഥ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുള്ളവർക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമാവാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.